വിധി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സ്വിച്ച് ഓഫ്. 7-ാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു. ഞങ്ങളെല്ലാവരും അപ്പോൾ ഈ താഴെ ഈ ടി വിയുടെ വോളി അവൾ കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പം അവളിങ്ങനെ ഷോക്ക് കിട്ടിയമാതിരി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. ഞങ്ങളാരും ഒന്നും മിണ്ടിയില്ല, ആരും ഭക്ഷണം കഴിച്ചില്ല. എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലൻ്റായിട്ട് തന്നെ ഇരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത്. അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. നീതി കിട്ടിയില്ല എന്നുള്ളൊരു വികാരമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 100% കോടതി മുറിക്കുള്ളിൽ അവൾ ഒരുപാട് അനുഭവിച്ചല്ലോ. എല്ലാവർക്കും അറിയാലോ. 2 മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി 15 ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. അത് അവൾ പറയുമ്പോഴേ അതിന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഇൻസിഡന്റ് നടന്ന സമയം, ആ ഇൻസിഡന്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണത്. അതേപോലെ തന്നെ അവളുടെ ഓരോ കോടതിയിൽ പോയി വന്നിട്ട് ഞാൻ പിന്നെയും അതിനുശേഷം കുറേ തവണ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം, ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ മോളെ എന്ന് എനിക്ക് വലിയ ചെനി ഇങ്ങനെ പറയും എന്നല്ലാതെ, നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്റർവ്യൂ. അല്ല, അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ. എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുതുന്ന ഒരു വേട്ടക്കാരനാണ്. അവൾ കരയണം, അവളുടെ ജീവിതം ഇല്ലാതെയാകണം. അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല? ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത്. എന്നാൽ അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവറി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുക. അയാള് പനിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത്. അപ്പൊ അയാള് ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം, നീ എന്തിനാണ് ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുത്ത് അവളെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. വൈകുന്നേരം വരെ ഞാൻ അവിടെ വിഷമമുണ്ട്. പിന്നെ അവളുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടായതുകൊണ്ട് ഞാൻ എല്ലാവരും നോക്കിക്കൊള്ളു. അപ്പം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. ഞങ്ങൾ വൈകുന്നേരം വീണ്ടും കാണുന്നുണ്ട്, വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് കുറേ നേരം ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും 11-ാം തീയതി വരെ ഇവിടെയുണ്ട്. 11-ാം തീയതി വരെ ഞാനിങ്ങനെ തൃശ്ശൂർ പോകും, തിരിച്ച് പാലക്കാട് വരും, തൃശ്ശൂർ അങ്ങനെ ഇരിക്കുകയാണ്. ദിലീപ് ഇന്നലെ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. ഒരു ക്രിമിനൽ അന്വേഷണ സംഘം അടക്കം ക്രിമിനൽ സംഘമാണ് തന്നെ ഇത്തരത്തിൽ പെടുത്തിയത് എന്നാണ് ദിലീപ് പറഞ്ഞത്. എന്തിന്? എന്ത് തെറ്റാണ് അയാളെ ക്രിമിനൽ കേസിൽ പെടുത്താൻ മാത്രം പോലീസുകാരോട് അയാൾ തെറ്റായിട്ടുള്ളത്? അതയാൾ പറയണം. വെറുതെ പോലീസുകാർക്ക് ഈ എന്ന് പറയുന്ന വ്യക്തിയെ ഈ വിഷയത്തിന് ശേഷം മാത്രമാണ് പരിചയം. അതിനു മുമ്പ് അവരെ സംബന്ധിച്ച് അവർ ഒരു സിനിമ നടി മാത്രമാണ്. വേറെ വ്യക്തിപരമായിട്ട് അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും അല്ല അന്വേഷണ സംഘത്തിലുള്ള ആരും തന്നെ. പിന്നെ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞത് അജീവതയല്ലല്ലോ. വ്യക്തിയുടെ പേര് പറഞ്ഞത് 1-ാം പ്രതിയല്ലേ. 1-ാം പ്രതി ഇന്നലെ ധന്യരാജേന്ദ്രൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അയാൾ അവർക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് സർവ്വസഹജമായി നടക്കാറുണ്ട് പോലും. നിങ്ങളൊക്കെയാണ് ഇത് വലിയ കാര്യമായിട്ട് എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് പറയുക? ഇങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുക. ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്നതാണ്. നിങ്ങൾ മാധ്യമങ്ങളാണ് അതിനെ ഇത്ര വലിയ വാർത്തയാക്കി അതിനെ ഇത്ര നശിപ്പിച്ചത് എന്ന് പറയണം. അതായത് അവന്റെ ഇതിൽ എത്രയോ പെൺകുട്ടികളെ ഇങ്ങനെ അയാൾ ചെയ്യുന്നുണ്ട്. അതിൽ അവൻ ഈ ഒരു കേസിൽ മാത്രമേ ഇയാളുടെ പേര് പറഞ്ഞുള്ളൂ. മറ്റുള്ളതൊന്നും ഇയാൾ പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്നൊന്നും അയാൾ പറയുന്നില്ല. പക്ഷെ ഈ ഒരു കേസിൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, അന്നത്തെ ദിവസം അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇയാളുടെ പേര് പറഞ്ഞിട്ടാണ് നടന്നു പോകുന്നത് അല്ലേ.
കോടതിയിൽ ചോദിച്ചപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥര് ചോദിച്ചപ്പോഴും അതിജീവിത എന്താ പറഞ്ഞത്? എനിക്കറിയില്ല എന്നാണ് അവള് പറഞ്ഞത്. എനിക്കറിയില്ല ഇതിന്റെ പിന്നിൽ അയാളാണോ എന്ന്. എനിക്ക് ആ പൾസസുനി പറഞ്ഞ വിവരം മാത്രമാണ്. പക്ഷേ നിങ്ങളോട് ശത്രുതയുണ്ടോ? ശത്രുതയുണ്ട്, തീർച്ചയായിട്ടും ശത്രുത ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അയാൾ തന്നെയാണ് എന്ന്. പക്ഷെ തെളിവുകൾ കണ്ടെത്തേണ്ടത്, തെളിവുകൾ ഉണ്ടാക്കുകയല്ല, കണ്ടെത്തേണ്ടത് പോലീസ് ആണ്. ആ തെളിവുകൾ കണ്ടെത്തിയതിന്റെ പേരിലല്ലേ ഇനി ഒരുപക്ഷെ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തെറ്റ് ചെയ്യാത്ത അയാളെ 24 മണിക്കൂറിനകത്ത് ഇടാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും വെറുതെ ഇരിക്കും? ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ആണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എന്താണോ ശരിയായ വാർത്ത അതിന്റെ പിന്നിൽ പോകുന്ന ആളുകളാണെങ്കിൽ വെറുതെ തെറ്റ് ചെയ്യാത്ത ഒരാളെ 85 ദിവസം അഴിക്കുള്ളിൽ ഇടാൻ പറ്റും തോന്നുന്നുണ്ടോ? 3 തവണ ജാമ്യം അപേക്ഷിച്ച് 3 തവണ ജാമ്യം തള്ളി. കോടതിക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവില്ലേ ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, നേരുണ്ട് എന്നുള്ളത്? ഹൈക്കോടതിയല്ലേ ജാമ്യം തള്ളിയത്? അപ്പൊ ഇതെല്ലാം മറന്നുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ പഠിച്ചാൽ പറയുന്നത് അതൊരു തരം രക്ഷപ്പെടൽ മാത്രമാണ്. ഈ വിധി വന്നതിന് ശേഷം ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് ഒരു പ്രതിയെ കണ്ടെത്തിയതിനു ശേഷം അതിനു വേണ്ടിയിട്ട് തെളിവുകൾ സൃഷ്ടിച്ചു എന്നതാണ്. തെളിവുകൾ അല്ലെങ്കിൽ കണ്ടെത്താൻ ദിലീപിനെ തെളിവുകൾ ഹാജരാക്കാനാണ് പ്രോസിക്യൂഷനെ വിളിച്ചു വരുത്തിയതായി തോന്നുന്നു. പ്രധാനമായിട്ട് അവരിതാണ് ഉദ്ദേശിക്കുന്നത്. ദിലീപിനെ നിർത്തിയിട്ട് അയാളിലേക്ക് ഈ കൃത്യത്തെ കൂട്ടിയെത്തിക്കുകയാണ്, തെളിവുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് അവരുടെ ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഇയാളെ വെറുതെ വിട്ടുകൊണ്ടൊരു അതാ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അയാളിലേക്ക്? എന്താണ് അയാൾ മാത്രം? അയാൾ ആരാണ് ഈ ഇൻഡസ്ട്രിയിൽ? വേറെ എത്രയോ സ്വാധീനമുള്ള സൂപ്പർ സ്റ്റാർസും അങ്ങനെ പല 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 ആളുകൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഇയാളുടെ പേര് മാത്രം? അതിന്റെ കൂടെ അയാളും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പോലും മറിച്ചൊരു പേര് ഈ 1-ാം പ്രതി പറയുന്നില്ലല്ലോ. മാത്രമല്ല വളരെ സ്വകാര്യ സംഭാഷണത്തിൽ ജയിലിനുള്ളിൽ ജിൻസൺ എന്ന് പറയുന്ന ആളോട് പോലും ഇയാൾ ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും പറയുന്നത് ഇരിക്കട്ടെ, ഏതൊരു കള്ളനും സ്വകാര്യ നിമിഷങ്ങളിൽ അറിയാതെ ചില സത്യങ്ങൾ പുറത്തു വരും. അവിടെ പോലും അയാൾ ഇയാളുടെ പേര് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താൻ നിരപരാധിയാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില കെട്ടുകഥകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില സാമർത്ഥ്യപൂർവ്വമുള്ള ഇതുവരെ ഉണ്ടാവാത്തൊരു ശബ്ദം പെട്ടെന്ന് ഇന്നലെ വല്ലാതെ ഒരു ഉറച്ച ശബ്ദം എന്ന് പറയുന്നത് അതൊരു ഒരു ലക്ഷണമാണ്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം. എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് പറയാനും നിങ്ങൾ WCCയോട് ചോദിക്കും, അവരാണ് ഏറ്റവും അധികം എനിക്കിങ്ങനെ സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ ആരുമല്ല.